DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ AAY മഞ്ഞ, PHH പിങ്ക്, APL വിഭാഗം കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങൾ ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിതരണ അറിയിപ്പുകളും വന്നിട്ടുണ്ട്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പനുസരിച്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 4 ചൊവ്വാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ്. 3 മാസത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് വാതിൽപ്പടി വിതരണക്കാർ നടത്തിയ സമരത്തെ തുടർന്ന് റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്താതിരുന്നത് മൂലം ലക്ഷക്കണക്കിന് പേർക്ക് ജനുവരി റേഷൻ ഇതുവരെ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് വിതരണം ഫെബ്രുവരി 4 വരെ നീട്ടിയത്. ജനുവരിയിൽ വിതരണം പൂർത്തിയാക്കാൻ ആവശ്യമായ അളവിന്റെ പകുതി പോലും കടകളിൽ എത്തിയിട്ടില്ല. പലയിടത്തും എത്തിക്കുന്നത് മട്ട അരി മാത്രമാണ്. റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അർഹതയുള്ള എല്ലാ സാധനങ്ങളും വിതരണം നടത്താനായിട്ടില്ല. 3 റേഷൻ വിഹിതങ്ങൾ ലഭിക്കേണ്ട ഒരു കാർഡുടമ ഒരു സാധനം വാങ്ങിയാൽ തന്നെ റേഷൻ കൈപ്പറ്റിയതായി കണക്കാക്കും. ഈ കണക്കാണ് പലപ്പോഴും മന്ത്രിയും മറ്റും റേഷൻ കിട്ടിയവരുടെ എണ്ണമായി പറയുന്നത് എന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. എന്തായാലും ജനുവരി റേഷൻ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ലഭിക്കുവാനുള്ളവർക്ക് ഫെബ്രുവരി 4 ചൊവ്വാഴ്ച വരെ അത് വാങ്ങുവാൻ കഴിയുന്നതാണ് എന്ന കാര്യം അറിയുക. പരമാവധി പേർ ജനുവരി റേഷൻ വാങ്ങുക. അതുപോലെ ഇപോസ് മിഷനിൽ ഈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഫെബ്രുവരി 5 ബുധനാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കുന്നതാണ്. അതിനാൽ ഈ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 6 വ്യാഴാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക. അടുത്തതായി ഫെബ്രുവരി മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം. AAY മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. കഴിഞ്ഞ കുറേ മാസങ്ങളായി പഞ്ചസാര ലഭിക്കാറില്ലായിരുന്നു. അടുത്തതായി PHH പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. കാർഡിൽ 3-ൽ താഴെ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ടയായിരിക്കും ലഭിക്കുക. അടുത്തത് NPS നീലക്കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 3 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ഈ മാസവും നീലക്കാർഡിന് സ്പെഷ്യൽ അരിയുണ്ട്. കാർഡിന് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി NPNS വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും മാസത്തിൽ 1 രൂപ വീതം സെസ്സായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് സെസ്സായി വാങ്ങുവാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും അത് ഫെബ്രുവരി റേഷൻ വാങ്ങുമ്പോൾ ഈടാക്കുന്നതല്ല. അതിൻ്റെ ഔദ്യോഗിക ഉത്തരവ് പിന്നീട് ഇറങ്ങി വരും മാസങ്ങൾ മുതലായിരിക്കും ഈടാക്കി തുടങ്ങുക. പൊതുവിഭാഗം സ്ഥാപന ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് റേഷൻ വിഹിതങ്ങളായി ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുക. റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലഭിക്കുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ വളരെ കുറവായേ ലഭിക്കുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് ഓരോ വർഷവും സപ്ലൈകോ വലിയ തോതിൽ കുറക്കുന്ന കണക്കുകളാണ് പുറത്തുവന്നത്. അതേസമയം ഫെബ്രുവരി മാസം മുതൽ ഭാരത് അരിയുടെ വിതരണം രണ്ടാമതും ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. 10 കിലോ പാക്കറ്റായിട്ടാണ് വിതരണം. കിലോയ്ക്ക് 34 രൂപ നിരക്കിൽ 10 കിലോ പാക്കറ്റിന് 340 രൂപ നൽകേണ്ടി വരും. ഒരാൾക്ക് ഒരു തവണ 20 കിലോ വരെ ലഭിക്കും. റേഷൻ കാർഡില്ലാതെ തന്നെ ആർക്കും വാങ്ങാവുന്നതാണ്. ചെറുവാഹനങ്ങളിൽ വിവിധ ജില്ലകളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചായിരിക്കും പ്രധാനമായും വിൽപ്പന. കൂടാതെ റിലയൻസ് പോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ എന്നിവ വഴിയും വാങ്ങുവാൻ കഴിയുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.